ഉത്തര കൊറിയ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് കടലിലേക്ക് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചെന്ന് ദക്ഷിണ കൊറിയ. പടിഞ്ഞാറൻ തീരദേശ പ്രദേശമായ നാംബോയ്ക്ക് സമീപത്തെ വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിയോടെ മിസൈൽ പ്രയോഗിച്ചു എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. മിസൈൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നതിന്റെ വിവരം പുറത്തുവിട്ടിട്ടില്ല. മിസൈൽ പരീക്ഷണത്തിനെതിരെ അമേരിക്ക നടപടിയെടുത്താൽ തിരിച്ചടിക്കുമെന്ന് ഉത്തര കൊറിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉത്തര കൊറിയയുടെ പരീക്ഷണ മിസൈൽ നശിപ്പിക്കാൻ അമേരിക്കൻ സൈന്യം ശ്രമിച്ചാൽ അത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്നാണ് കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോ ജോങ് പറഞ്ഞത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ, ഹ്രസ്വദൂര മിസൈലുകൾ, ദീർഘദൂര ക്രൂയിസ് മിസൈൽ സംവിധാനം എന്നിവയുടെ പരീക്ഷണം ഉൾപ്പെടെ 2022 മുതൽ 2023 വരെ ഉത്തര കൊറിയ നടത്തിയത് നിരവധി ആയുധ പരീക്ഷണങ്ങളാണ്. സാമ്പത്തിക ഇളവുകൾ ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്താനും ഉത്തര കൊറിയയെ ഒരു ആണവശക്തിയായി അംഗീകരിക്കാൻ അമേരിക്കയെ നിർബന്ധിതരാക്കാനുമാണ് ഈ ആയുധ മുന്നേറ്റമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ US ദക്ഷിണ കൊറിയ സൈനികാഭ്യാസങ്ങളെ തുടർന്ന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് മിസൈൽ പരീക്ഷണങ്ങളെന്നാണ് ഉത്തര കൊറിയയുടെ വിശദീകരണം. USഉം ദക്ഷിണ കൊറിയയും മാർച്ച് 13 മുതൽ കുറഞ്ഞത് 10 ദിവസമെങ്കിലും ഫ്രീഡം ഷീൽഡ് എന്നറിയപ്പെടുന്ന വലിയ തോതിലുള്ള സൈനികാഭ്യാസം നടത്തുമെന്ന് കഴിഞ്ഞ ആഴ്ച സൈന്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. 2018 ഈ സൈനികാഭ്യാസം അവസാനമായി നടത്തിയത്. ദക്ഷിണ കൊറിയൻ വിമാനങ്ങൾക്കൊപ്പമുള്ള പരിശീലനത്തിനായി B-52 ലോങ് റേഞ്ച് ബോംബറുകൾ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളും അമേരിക്ക അടുത്തിടെ അയച്ചിരുന്നു. ഉത്തര കൊറിയ ഇത് അധിനിവേശമായി കണക്കാക്കുകയും തുടർന്ന് പ്രതിഷേധത്തിന് കാരണമാകുകയും ചെയ്തിരുന്നു. ഉത്തര കൊറിയയുമായുള്ള നയതന്ത്രം മെച്ചപ്പെടുത്താനും കോവിഡിനെതിരെ ജാഗ്രത പാലിക്കുന്നതിനുമായി 2018 മുതൽ അമേരിക്കയും ദക്ഷിണ കൊറിയയും പതിവ് സൈനികാഭ്യാസങ്ങളിൽ ചിലത് റദ്ദാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഉത്തര കൊറിയ കണക്കില്ലാതെ മിസൈലുകൾ പരീക്ഷിക്കുകയും ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്നാണ് വീണ്ടും പൂർവ്വസ്ഥിതിയിലായത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.